ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക ഏറ്റുമുട്ടൽ എന്നതിലുപരി ലോകമഹായുദ്ധത്തിന്റെ ഭീതി ഉണർത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്തായി മിസൈലുകൾ പതിച്ചു എന്നത് ആക്രമണത്തിന്റെ കൃത്യതയും തീവ്രതയും സൂചിപ്പിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ നിന്നും കിലോമീറ്ററുകളോളം ഉയരത്തിൽ കറുത്ത പുകപടലങ്ങൾ ദൃശ്യമാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾക്കും ഈ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സൈനിക നീക്കത്തെ അതീവ പോരാട്ടമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കടുത്ത നടപടിയിലേക്ക് തങ്ങൾ നീങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധം ഇപ്പോൾ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഒട്ടും വൈകാതെ തന്നെ ഇറാൻ തിരിച്ചടി ആരംഭിച്ചു. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ മേഖലയിലുടനീളം യുദ്ധം പടരുകയാണ്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ വ്യോമപാതയിലൂടെ കടന്നുപോയേക്കാമെന്ന ഭീതിയെ തുടർന്ന് അയൽ രാജ്യങ്ങളായ ജോർദാനിലും ബഹ്റൈനിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകി. ജോർദാൻ തലസ്ഥാനമായ അമാനിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും അവിടെയുള്ള അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്വന്തം ആകാശം സംരക്ഷിക്കുന്നതിനായി ജോർദാൻ വ്യോമസേന തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ US നാവികസേനാ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായെന്ന സൂചനകൾ പുറത്തുവരുന്നത് അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാരണമായേക്കാം. യുദ്ധം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾ താറുമാറായി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമതാവളങ്ങൾ താൽക്കാലികമായി അടച്ചു. ഇത് അന്താരാഷ്ട്ര വിമാനയാത്രകളെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ടെൽ-അവീവ്, ബെയ്റൂട്ട് സർവീസുകൾ കമ്പനി റദ്ദാക്കി. ഡൽഹിയിൽ നിന്നും ടെൽ-അവീവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഇസ്രയേൽ വ്യോമപാത അടച്ചതിനെ തുടർന്ന് അടിയന്തരമായി മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷം ക്രൂഡ് ഓയിൽ വിലയെയും ആഗോള ഓഹരി വിപണിയെയും ബാധിക്കാൻ സാധ്യതയുമുണ്ട്. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന മേഖലയായ ഇവിടെ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇറാന്റെ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം തകർച്ചയുടെ വക്കിലാണെന്ന് മുൻ രാജകുമാരൻ റസ പഹ്ലവി പ്രസ്താവിക്കുകയും ചെയ്തു. ജനങ്ങൾ തെരുവിലിറങ്ങി അധികാരം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്ത് ജനരോഷം ഉണ്ടായേക്കാമെന്നത് ഇറാന് വലിയ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും എംബസികൾ വഴി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സാഹചര്യം വഷളായാൽ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾക്കും സർക്കാർ തുടക്കം കുറിച്ചേക്കും. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ലോകശക്തികളായ അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ തുടരുകയും ചെയ്താൽ പശ്ചിമേഷ്യ ഒരു വലിയ ചാരക്കൂമ്പാരമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ലോകരാജ്യങ്ങൾ ഉടൻ ഇടപെട്ട് യുദ്ധവിരാമത്തിന് ശ്രമിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്.